പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാളെ എനിക്കറിയാമെന്ന്. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പോകുന്ന ആളെ എനിക്കറിയാം. വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ ഇലൽ ജന്ന. അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവർ, അവസാനമായി നരകത്തിൽ നിന്ന് വരുന്നവർ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്, വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ അല്ലാഹു തആല ചെറുദോഷങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തന്ന് സ്വർഗ്ഗം നൽകുമെന്ന്. വൻദോഷങ്ങൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകളാണ് നാളെ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ദോഷങ്ങൾ എങ്ങനെ? അർ-റമളാനു ഇലർ റമളാനി കഫാറ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാത്തിരിപ്പിലൂടെ നമ്മൾ അറിയാതെ ചെയ്ത ഒരുപാട് ചെറുദോഷങ്ങളെ അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളാരും തൗബ ചെയ്തിട്ടില്ല, നമ്മളാരും ദുആ ചെയ്യുകയോ തൗബ ചെയ്യുകയോ ചെയ്യാതെ കഴിഞ്ഞ റമളാൻ മുതൽ ഇനി വരാനിരിക്കുന്ന റമളാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിനിടയിൽ അവർ ചെയ്ത ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. അസ്സലാത്തു ഇലസ്സലാത്തി കഫാറ. ഫർള് നിസ്കാരം, ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അസ്ർ നിസ്കാരം വരെയുള്ള സമയം അസ്റിനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരാ സമയത്ത് ചെയ്ത ചെറിയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ-ഉംറതു ഇലൽ ഉംറതി കഫാറ. ഒരു ഉംറയിൽ നിന്ന് അടുത്ത ഉംറ വരെ ചെയ്യുന്ന സമയം ഒരുപക്ഷേ 4-5 വർഷമായിരിക്കാം ഉംറക്ക് പോയ ആളുകൾ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉംറക്ക് പോവുകയാണ്. ആ 5 വർഷങ്ങളുടെ കാലയളവിൽ അയാൾ ചെയ്ത ചെറിയ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകാര്യമാവണം ഉംറകൾ. അൽ-ഹജ്ജു ഇലൽ ഹജ്ജി കഫാറ. ഒരു ഹജ്ജ് ചെയ്ത് അടുത്ത ഹജ്ജ് ചെയ്യുന്നത് വരെയുള്ള എത്ര വർഷമാണോ അതിനിടയിൽ കാലതാമസമുള്ളത്, ആ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ അല്ലാഹു പുറത്തു തരുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഒരുപാട് തിന്മകൾ, ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പുറത്തു തരുന്ന കാരുണ്യവാനാണ് അല്ലാഹു എന്ന് ആദ്യം തിരിച്ചറിയണം. പിന്നെയോ ഒരു സ്വലാത്തിന് അല്ലാഹു പുറത്തു തരുന്നത് 10 പാപങ്ങളാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപങ്ങൾ. എന്തിനേറെ അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന മിനദ്ദുനൂബി ദുനൂബാ. ചില തെറ്റുകൾ ലാ യുകഫിറുഹാ. ആ തെറ്റുകൾ നോമ്പ് നോറ്റാൽ അല്ലാഹു പുറത്തു തരൂല, ഹജ്ജ് ചെയ്താലും പുറത്തു തരൂല, ഉംറ ചെയ്താലും പുറത്തു തരൂല, നിസ്കരിച്ചാലും പുറത്തു തരൂല. പിന്നെയോ അല്ലാഹു പുറത്തു തരുന്നത് അവനെ ജോലിയിലുണ്ടാകുന്ന ക്ഷീണം കാരണം അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹമ്മു ഫീ തലബിൽ മഈഷ. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളല്ലേ അല്ലെ? നിങ്ങളൊക്കെ അധ്വാനിക്കുന്നവരല്ലേ? എന്തെങ്കിലും ബിസിനസ് ആയിട്ടോ ജോലിയായിട്ടോ നിങ്ങൾക്കുണ്ടാകും, നാട്ടിലും ഗൾഫിലുമായിട്ട്. അൽഹമ്മു ഫീ തലബിൽ മഈഷ. ജീവിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന ക്ഷീണം, നമ്മൾക്കുണ്ടാകുന്ന പ്രാരാബ്ദങ്ങൾ കാരണം അല്ലാഹു നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് അൽ ഖുലുഖുൽ ഹസൻ. നല്ല സ്വഭാവം നന്നാക്കിയാൽ, സൽസ്വഭാവികളായി മാറിയാൽ, ശ്രദ്ധിക്കണേ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരാൻ വലിയ പ്രയാസങ്ങളോ വലിയ പണിയോ ഒന്നുമില്ല. അൽ ഖുലുഖുൽ ഹസൻ യുദീബുൽ ഖതായാ കമാ യുദീബുൽ ഖൽലുൽ അസൽ. ഒരു സിർഖ തേനിനെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, എങ്ങനെയാണോ കമാ യുദീബുൽ മാ,
എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത്, വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത് പോലെ സ്വൽസ്വഭാവികളുടെ പാപങ്ങൾ സ്വൽസ്വഭാവം കാരണത്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് ഉരുക്കിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ അറിയാതെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. സ്വഭാവം നന്നാക്കലോടുകൂടി നമ്മൾ അറിയാതെ അഥവാ ജീവിതാവസാനം വരെ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവർ, എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്നവർ, ആരെയും വെറുപ്പിക്കാത്തവർ, ആരോടും മോശമായി പെരുമാറാത്തവർ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാന്യമായി പെരുമാറുന്ന സ്വഭാവിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തെറ്റുപോലും അയാളിൽ ബാക്കി ഉണ്ടാവൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസിന്റെ താല്പര്യം. അങ്ങനെയാണ് എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത്, അതേപോലെ അല്ലാഹു തആല പാപങ്ങൾ മുഴുവനും ഉരുക്കിക്കളയുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഒരു സംഭവം കൂടി നബി തങ്ങൾ കൂട്ടിച്ചേർത്തു. സ്വഭാവം മോശമായാൽ, വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായാൽ യുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല. എങ്ങനെയാണോ സിർഖ ഒരു തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ ദുസ്വഭാവികളുടെ സ്വഭാവം മോശമായ ആളുകളുടെ ദുസ്വഭാവികളുടെ അമലുകളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അടിപിടിക്ക് നിൽക്കുന്നവർ, കസേരകളും ചാരകളും കല്ലുകളും എറിഞ്ഞ് അലങ്കോലപ്പെടുത്താൻ നിൽക്കുന്നവർ, പള്ളിയെ രണ്ട് ഭാഗമാക്കി മദ്രസകളെ രണ്ട് ഭാഗമാക്കി നാടിനെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നവർ, അത് ആരായാലും ശരി, ഏത് വിഭാഗക്കാരായാലും ശരി, ഏത് പാർട്ടിക്കാരായാലും ശരി, എല്ലാവരും ഈ കാര്യങ്ങളിൽ ഉത്തരവാദികളാണ്. പ്രത്യേകമായ ഒരു പാർട്ടിയെയോ ഒരു സംഘടനയോ ലക്ഷ്യം വെച്ചല്ല ഞാൻ പറയുന്നത്. ഏത് വിഭാഗക്കാരായാലും ശരി, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെ അമല് മുറിഞ്ഞു പോകും. പള്ളി നിർമ്മിച്ചിട്ട് കാര്യമില്ല, മദ്രസ നിർമ്മിച്ചിട്ട് കാര്യമില്ല. അവരുടെ അമൽ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അമല് പോലും ബാക്കിയുണ്ടാവൂല. എങ്ങനെയാണോ ഒരു സ്വർഗ്ഗത്തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോ പള്ളി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ മദ്രസകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, സ്വഭാവം മോശമായതിന്റെ പേരിൽ ഒരു അമലും അല്ലാഹു നാളെ സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വഭാവം വളരെ 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 സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും ഹദീസ് കാണാം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണം. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? മാപ്പ് നൽകുന്നവനാണ്, ഗഫൂറാൻ, റഹീമാൻ, തെറ്റുകൾ മറച്ചു വെക്കുന്നവനാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട് റബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളെ എനിക്കറിയാം. ഒരാളെ കൊണ്ടുവരുമത്രേ. എന്നിട്ട് അല്ലാഹു പറയും, അയാളുടെ മുഴുവൻ വൻദോഷങ്ങളെയും മായ്ച്ചു കളയാൻ. വൻദോഷമുള്ളത് കൊണ്ടാണല്ലോ നരകത്തിൽ കിടന്ന്. ഞാൻ പറഞ്ഞ വിഷയം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഒരാളുടെ വൻദോഷമുണ്ട്, അയാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയി. വൻദോഷങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയി. അത്തരം ആളുകൾക്കാണ് അല്ലാഹു നാളെ നരകം നൽകുക. അങ്ങനെ ഈ വൻദോഷങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു നരകത്തിലിട്ട് കരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ കിടന്ന് ശരീരമാസകലം വെന്തുരുകി വർഷങ്ങളോളം
ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെട്ട് അല്ലാഹു തആല ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയെല്ലാം കഴിയുമ്പോഴാണ് അയാളെ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് മലക്കുകളോട് പറയുന്നത്, അയാളുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ മായ്ച്ചു കളയണം, വൻദോഷങ്ങളെല്ലാം മായ്ച്ചു കളയണം. കാരണം അതിന്റെ പേരിൽ നരകത്തിലിട്ട് ഞാൻ അവരെ ശിക്ഷിച്ചിരിക്കുകയാണ്. പിന്നെയോ വസലൂഹു അൻ സിഗാരിഹാ, അയാളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുദോഷങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യണം. ചെറിയ ദോഷങ്ങൾ, ചെറിയ പാപങ്ങൾ, അങ്ങനെ ഓരോന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മലക്കുകൾ ചോദിക്കുകയാണ്, അമിൽത യൗമ കദാ വകദാ, ഇന്ന ദിവസം നീ ഇത് ചെയ്തില്ലയോ? ഇന്ന ദിവസം നീ ഇത് ചെയ്തിട്ടില്ലേ? ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. വഅമിൽത യൗമ കദാ വകദാ, മറ്റൊരു ദിവസം നീ ഇതും ചെയ്തിട്ടില്ലേ? ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നായി അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് അയാൾക്ക്. അയാൾ പറയുന്നു, നഅം, അതെ, ഉണ്ട് റബ്ബേ, ഞാൻ ചെയ്തിട്ടുണ്ട്. ലാ യസ്തതിഉ അൻ യുൻകിറ മിൻ ദാലിക, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. കാരണം എല്ലാം വളരെ വ്യക്തമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എല്ലാം വളരെ വ്യക്തമായി അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതും, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ കഴിയാതെ അവസാനം അല്ലാഹു എല്ലാം പറഞ്ഞപ്പോ അല്ലാഹു പറയാണ്, ഫഇന്ന ലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത ചെറുദോഷങ്ങളെയെല്ലാം ഞാൻ പുണ്യമുള്ള നന്മയാക്കി മാറ്റി മറിച്ചിരിക്കുകയാണ്. നീ നാട്ടിൽ ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടില്ലേ? ആ തെറ്റുകളെ ഞാൻ നന്മയാക്കി മാറ്റി മറിച്ചിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റുകളെ ഞാൻ നന്മയാക്കി മാറ്റിമറിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ ഫഇന്ന ലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത എല്ലാ തെറ്റുകളെയും ഞാൻ നന്മയാക്കി മറിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, യാ റബ്ബ്, അല്ലാഹുവേ, അമിൽതു അശിയാ ലാ അറാഹാ ഹാഹുനാ, ഞാൻ ഇത്രയൊന്നുമില്ല, ഇനിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഇതുവരെ ചെയ്ത തെറ്റുകളെ നിഷേധിക്കാൻ നിന്നു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ. പക്ഷെ കഴിയുന്നില്ല. കാരണം اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കൈകളാണ് തെളിവ് പറയുന്നത്, കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. മാറി നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ പ്രതിഫലം തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞൊരു നുണ. ആ നുണക്ക് പകരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി. വലിയ ഓഫറല്ലേ? അല്ലാഹു ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നീ ചെയ്ത ചെറിയ, നീ ഒരു പറഞ്ഞ പച്ചക്കള്ളം, അതേപോലെ നീ ചെയ്ത ചെറിയ തെറ്റുകൾ, അതൊക്കെ ഞാൻ ഇന്ന് നിനക്ക് സുന്നത്ത് നിസ്കരിച്ച കൂലി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വലാത്ത് ചൊല്ലിയ കൂലി, ദിക്ർ ചൊല്ലിയ പ്രതിഫലമായിട്ട് ഞാൻ തരാൻ. അപ്പൊ നോക്കുമ്പോ അയാള് പറയാണ്, പടച്ചോനെ, ഞാൻ ഇത്രയൊന്നുമല്ല, അമിൽതു അശിയാ ലാ അറാഹാ ഹാഹുനാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, അതിനെല്ലാം നീ നന്മയാക്കി മറിക്കണം. ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് അല്ലാഹുവിനോട് അവസാനമായി നരകത്തിൽ നിന്ന് വരുന്ന ആൾ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയുണ്ടായി. നേരത്തെ നിഷേധിച്ച ആൾ നന്മയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ തെറ്റുകൾ ഇനിയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു.
അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇല്ലാ മാ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. എത്ര വലിയ തെറ്റു ചെയ്താലും, ഫലപാതകം നടത്തിയാലും, വ്യഭിചാരം നടത്തിയാലും, തോന്നിവാസങ്ങൾ ചെയ്താലും, വൻദോഷങ്ങൾ ചെയ്താലും അതിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്നത് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖുലുദു ഫീഹി മുഹാനാ. അല്ലാഹു തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് യുളാഅഫു ലഹുൽ അദാബു, അവർക്കുള്ള ശിക്ഷ അല്ലാഹു ഇരട്ടിയാക്കുമെന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ യുളാഅഫു ലഹുൽ അദാബ്, ശിക്ഷ ഇരട്ടിയാവും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വയഖുലുദു ഫീഹി മുഹാനാ, നിന്ദ്യരായി, നീചരായി, നികൃഷ്ടരായി അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ, വൻദോഷങ്ങൾ ചെയ്തിട്ട്